ഹലോ, നമസ്കാരം. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കണത്? നമ്മളും അതേട്ടാ, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോണു. അപ്പോൾ അത്യാവശ്യം തണവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും കാലാവസ്ഥ മാറി ആ തണവൊക്കെ ആയി എൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണ് കറികളും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതേ കിച്ചണിലേക്ക് വന്ന് ഇതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഇന്ന് അപ്പമാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അത് തലേ ദിവസം നമ്മൾ അരച്ച് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അരി കുതിർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ അരിപ്പൊടി കൊണ്ടുള്ള അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2.5 കപ്പ് വറുത്ത അരിപ്പൊടി പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് നാളികേരം, പിന്നെ ഒരു 1/4 കപ്പോളം ചോറും, പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറിയ സ്പൂൺ ഈസ്റ്റ്, പിന്നെ കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 2 സ്പൂണൊക്കെ പഞ്ചസാര ഇട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ചെറു ചൂടുവെള്ളമാണ് ഒഴിക്കണത്. ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ച് നമുക്കത് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ വേറൊരു പാനിൽ ഒരു 1/4 സ്പൂണൊക്കെ ഉണ്ടാവും വറുത്ത അരിപ്പൊടി. ആ അരിപ്പൊടി തന്നെ 1/4 സ്പൂൺ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ഒരു ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മളതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട, ഇത്തിരി കട്ടിയോട് കൂടെ തന്നെ അത് കുറുക്കിയെടുത്ത് ഒന്ന് ചൂടാറിയുമ്പോൾ ചെറു ചൂട്ടോടെ തന്നെ ഒന്ന് ചൂടാറിയപ്പോൾ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിലേക്ക് ഇതേ നമ്മൾ കുറുക്കിയെടുത്തതും കൂടിയിട്ട് വല്ലാണ്ട് ചൂടാറണ്ട കേട്ടോ. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് ഒന്നും കൂടി നല്ലോണം അടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇതേ നമ്മളൊരു ബൗളിലാക്കി വെക്കണം കേട്ടോ. ഇനി അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ല തണുവുള്ള സ്ഥലമാണെങ്കിൽ കുറച്ച് നേരം കൂടി കൂടുതൽ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അധികം പൊന്തി വരുമൊന്നുമില്ല കേട്ടോ മാവ്. അപ്പോൾ ഞാൻ അത് വെച്ച് അപ്പത്തിനുള്ള മാവ് വെച്ചിട്ട് പിന്നെ കടല വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം തന്നെ. അത് കുക്കറിലേക്കിട്ട് അതൊരു കടലക്കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ ഫ്ലെയിം ഓണാക്കി അത് വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ വെന്തിട്ട് കുറച്ച് നമ്മൾ ഉപ്പേരിക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് കറിയാക്കാം. അപ്പോൾ ഇവിടെ കറിയാവുമ്പോൾ ഇപ്പോൾ അപ്പത്തിലേക്ക് കറി വേണം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങനെ ചോറിലേക്കൊന്നും അങ്ങനെ കറി കഴിക്കാറില്ല. ഉപ്പേരി ആകുമ്പോൾ കഴിക്കും. അപ്പോൾ ഞാൻ കടലയൊക്കെ ഇടുമ്പോൾ കുറച്ച് കൂടുതലിട്ട് കുറച്ച് ഉപ്പേരിക്കായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കും കേട്ടോ. പിന്നെ നമ്മൾ കടലക്കറി ഇന്നിപ്പോൾ വറുത്തരച്ചിട്ടാണ് വെക്കണത്. അപ്പോൾ അതിനായിട്ടുള്ള പാൻ വെച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ തണുവ് കാലമായി ഉണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ സ്ഥിതി കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. പിന്നെ അതിലേക്ക് നാളികേരത്തിൽ ചെറിയുള്ളി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, കുറച്ച് കുരുമുളക്, കറിവേപ്പില ഇത്രയിട്ട് മൂപ്പിച്ചു. ഒരു ബ്രൗൺ കളറായപ്പോൾ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറായപ്പോൾ നമ്മൾ പൊടികൾ ചേർക്കണം കേട്ടോ. അപ്പോൾ അതേ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയാണ് പൊടികൾ ചേർക്കണത് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ പൊടികൾ ചേർത്തുള്ളത്. ഇനി അത് ഒന്നും കൂടിയും ഫ്ലെയിം ഓണാക്കിയിട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് അതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ പൊടികളും. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം നല്ലോണം ഒന്ന് അരച്ചെടുക്കണത് കേട്ടോ. ഇപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ റെഡി ആകുമ്പോഴേക്കും നമുക്ക് കടലക്കറി ഒക്കെ ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം നാളികേരമൊക്കെ നന്നായിട്ട് അരച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പേരിക്ക് ആവശ്യത്തിനുള്ള കടല അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ചാറായിട്ട് വയ്ക്കാൻ കുറച്ച് മാത്രം മതി. ഇപ്പോൾ നമ്മൾ അപ്പത്തിലേക്ക് മാത്രമല്ലേ വേണ്ടോ. അപ്പോൾ ഉപ്പേരിക്കായിട്ട് ഒരു ബൗളിൽ നിറച്ച് കടല അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അതിൽ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. ഇപ്പോൾ മറ്റന്നാളായിട്ട് വയ്ക്കാമല്ലോ. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഉപ്പേരി വെക്കുന്ന സമയത്ത് ഒരു പാത്രത്തിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടൊന്ന് ഉപ്പൊന്ന് പിടിക്കണ വരെ ഒന്ന് വറ്റിച്ചെടുക്കും ആ വെള്ളം.
എന്നിട്ട് കാച്ചിയെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ കടലക്കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്നും കൂടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേ നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നാളികേരം അരച്ചത് ഒഴിച്ചു, കുറച്ച് ഗരം മസാല ഇട്ടു കേട്ടോ. അത് ഇതേ അപ്പുറത്തെ അടുപ്പിലോട്ട് എന്നിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിരുന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് കാച്ചിയെടുക്കാം. അപ്പോൾ ഇതേ പാൻ വെച്ചു, അതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ചു. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുളകിൻ്റെ കുത്തൊക്കെ മാറണം, നമ്മൾ അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ മാറി നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മൾ ചെറിയുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് ഇതേ താളിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതേ പാനിലോട്ട് കുറച്ചും കൂടി ഒഴിച്ച് ഇതേ ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ച് ഇത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നല്ല വറുത്തരച്ച കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടലക്കറിയൊക്കെ ഒരു ബൗളിലോട്ട് മാറ്റി അത് മൂടി വെച്ച് അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിത് അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചായയും വെച്ചിട്ടുണ്ട്. അപ്പോൾ 1-2 അപ്പം അങ്ങനെ ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. അപ്പം നമ്മൾ തലേദിവസം അപ്പത്തിനോ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഒന്നും ഇടാൻ മറന്നു പോയാലും ഇപ്പോൾ രാവിലെ കുറച്ച് നേരം ഇത്തിരി നേരം മുമ്പ് എഴുന്നേറ്റുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അപ്പം റെഡിയാക്കിയെടുക്കാം. നല്ല സോഫ്റ്റായ അപ്പമാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല നോക്കി കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അപ്പത്തിന് ആദ്യം അരച്ച് വെച്ച് പിന്നെ നമ്മുടെ അത്യാവശ്യ പടികളൊക്കെ കഴിക്കുമ്പോഴേക്കൊക്കെ തന്നെ അത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറിനുള്ള വെള്ളമിട്ട് അരിയൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചക്കലത്തേക്കായിട്ട് ഇന്ന് ഇപ്പോൾ മുരിങ്ങേര ഇലയുണ്ട്. അപ്പോൾ പരിപ്പും മുരിങ്ങേര ഇലയും കൂടിയുള്ള ഒരു ഒഴിച്ച് കറിയും പിന്നെ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ വാങ്ങിക്കാറുണ്ട്. ഇപ്പം താഴെയുള്ള ആളെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാ മീനൊന്നും കഴിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ചെമ്മീൻ കഴിക്കും, അതുപോലെ നെയ്മീൻ അങ്ങനെയൊക്കെയാണ് കഴിക്കുക. അപ്പോൾ അവന് എന്തെങ്കിലും അല്ലെങ്കിൽ കഴിക്കാണ്ടിരിക്കേണ്ടതെന്ന് വിചാരിച്ച് ഇന്നിപ്പോൾ ആ ചെമ്മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു ഒലർത്ത് അങ്ങനെ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. മോനത് ഭയങ്കര ഇഷ്ടമാണ്, നാളികേരമൊക്കെ ഇട്ടിട്ട് ഒരു ചെമ്മീൻ ഒലർത്ത്. അപ്പോൾ അത് നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് വലിയ ചെമ്മീൻ വെച്ചിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. വെച്ചാൽ നല്ല അവൻ പറയണത് വലിയ ചെമ്മീനാണ് ടേസ്റ്റ് എന്ന്. പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് കഴിച്ചുള്ള ചെറിയ ചെമ്മീൻ വെച്ചിട്ടാണ് കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ്. അവൻ പക്ഷേ ചെറിയ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല, ഇതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ചെറിയ ചെമ്മീൻ വെച്ചിട്ട് ഉണ്ടാക്കണം, അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ വലിയ ചെമ്മീൻ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അതേ മുരിങ്ങയിലൊക്കെ പരിപ്പ് ആദ്യം നമ്മൾ കുക്കറിൽ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ മുരിങ്ങയുടെ ഇല ഒന്ന് ഊരിയെടുക്കണം കേട്ടോ. അത് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആണ് പിന്നെ ഞാനത് നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. മുരിങ്ങയുടെ ഇലയ്ക്ക് ഊരി അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കർ ഓഫാക്കിയിട്ട് പിന്നെ തുറന്ന് നമ്മളതിലേക്ക് കഴുകിയെടുത്ത മുരിങ്ങയില ഇട്ടു. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള നാളികേരത്തിൽ കൂടെ ഒരു പച്ചമുളകും കൂടി ഞാനിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇലയൊന്ന് വെന്ത് അപ്പോൾ ഒരു 1-2 മിനിറ്റ് മതിയല്ലോ നമ്മുടെ ഈ മുരിങ്ങയിലൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ അതൊന്ന് വെന്ത് വന്നപ്പോൾ ഒന്ന് വാടി വരില്ലേ വേണ്ടോ, അതൊന്ന് വെന്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് അരച്ച് വെച്ച നാളികേരം ഒഴിച്ചു. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ച് നമ്മൾ അപ്പുറത്തെ അടുപ്പിലോട്ട് അങ്ങ് മാറ്റി അതൊന്ന് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും മൂപ്പിച്ച് താളിച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറിയൊക്കെ റെഡിയായി. അപ്പോഴേക്കും ചോറും വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാനിത് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ഇതൊന്ന് ഊറ്റി വെച്ചിട്ട് വേണം പിന്നെ നമ്മുടെ ചെമ്മീൻ കുറച്ചുള്ളതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ അതൊന്ന് ഉലർത്തിയെടുക്കാനായിട്ട്.
അപ്പോൾ ഇത് ചോറൊക്കെ ഊറ്റി വെച്ച് പിന്നെ ഇത് ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക് അതൊക്കെ ഒന്ന് ചതച്ചെടുത്തു. പിന്നെ ഒരു പിടി ചെറിയുള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. അപ്പോൾ ചട്ടി വെച്ചത് നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി അരിഞ്ഞെടുത്തുള്ള ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യത്തിന് വേണം കേട്ടോ, ഒരു പിടി നിറച്ച് ഒരു പിടി വേണം. അപ്പോൾ അതും അരിഞ്ഞെടുത്ത് തൊട്ടു. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും, കുറച്ചധികം കറിവേപ്പില തന്നെ ഇടണം കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ്. അതുപോലെ ഇഞ്ചിയും ഒക്കെ എൻ്റെ നല്ല മണം വേണം. അപ്പോൾ അതൊക്കെ അതിലേക്ക് ഇട്ടു. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചെമ്മീനില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കൈകൊണ്ട് അങ്ങോട്ട് തിരുമ്പി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പച്ചമുളകും ഇഞ്ചിയും ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ നല്ലോണം ഒന്ന് തിരുമ്പിയെടുത്തു ആ വെളിച്ചെണ്ണയിൽ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചെമ്മീൻ, അപ്പോൾ വലിയ ചെമ്മീനായിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ഇട്ടു. അപ്പോൾ പകുതി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രമേ ഉള്ളിലേക്കുള്ള മുളകിൻ്റെയൊക്കെ ഒന്ന് പിടിച്ച് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് ചെമ്മീനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്പി, എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം മതിയിട്ട് ചെമ്മീനൊന്ന് വെന്ത് വരാനുള്ള വെള്ളം മതി, അത് വറ്റി വരണം. അപ്പോൾ അതിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതേ നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചു, എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കി വെച്ച് ഇതേ നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം അങ്ങനെ ഇതിലായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് അപ്പുറത്തെ അടുപ്പിലോട്ട് ചെറിയ അടുപ്പ് തീയിലോട്ട് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കണം കേട്ടോ. ഇനി നമുക്ക് ചീഞ്ചട്ടി വെച്ചിട്ട് കുറച്ച് പണികൾ കൂടി ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചീഞ്ചട്ടി വെച്ച് അതിലത്തെ നാളികേരമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ ചെമ്മീനത്തെ ബാക്കിയുള്ള വെള്ളം കൂടി വറ്റി വരും കേട്ടോ. അപ്പോൾ വറ്റി ആ മുളകും ഇഞ്ചിയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ അതിൽ ആ ചെമ്മീനിൽ അങ്ങനെ പരണ്ടിരിക്കണം കേട്ടോ. വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 5-6 ചെറിയുള്ളി ഉണ്ടാവും കേട്ടോ അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയിട്ട് നമ്മളതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ ചെറിയുള്ളിയും കറിവേപ്പിലയും മൂത്ത് വന്നപ്പോൾ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത്യാവശ്യം മുളക് പൊടി ഇട്ടിട്ടാണ് നമ്മൾ ചെമ്മീനൊക്കെ വേവിച്ചെടുത്തുള്ളത് കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് ഒരു 1/2 സ്പൂൺ മുളക് പൊടി കൂടിയിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ചധികം നാളികേരം ഇടണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ചധികം നാളികേരം തന്നെ വേണം കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ചെറിയ തീയിലങ്ങനെ വറുത്തെടുക്കണം. അപ്പോൾ നാളികേരം ഒട്ടും കരിഞ്ഞു പോവാതെ ചെറിയ തീയിൽ കുറച്ച് നേരം നല്ലോണം ഒന്ന് മൂപ്പിക്കുക കേട്ടോ. എന്നുവെച്ചാൽ ഒരുപാട് മൂപ്പിക്കണ്ട, എന്നാലും അത്യാവശ്യം ഒന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക കേട്ടോ. ശരിക്കും ഈ ചെമ്മീൻ വളർത്തിൻ്റെ ടേസ്റ്റ് ഈ നാളികേരത്തിൻ്റെ നന്നായി മൂത്ത നാളികേരത്തിൽ നമ്മളത് വേവിച്ച് വെച്ചുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ടു. അപ്പോൾ എല്ലാ ഇതും ചെമ്മീൻ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ എല്ലാം അതിൽ തുടച്ചിടുക കേട്ടോ. എന്നിട്ട് ഒരു ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് അങ്ങോട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂൺ കുരുമുളക് പൊടി കൂടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. അപ്പം അത് ആവശ്യമുള്ളവർ ഇട്ടാലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി കൂടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് മേലേക്ക് ഇട്ടാ. എന്നിട്ട് ചെറിയ തീയിൽ അങ്ങനെ ഇളക്കി നല്ലോണം ഇളക്കി അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ നാളികേരത്തിൻ്റെ പൊടികളില്ലേ അത് കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നല്ലൊരു ചൂടുള്ള ചോറിലേക്ക് ഈ നാളികേരത്തിൻ്റെ പൊടി മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട് കേട്ടോ. അത്ര ടേസ്റ്റാണ് ഈ ചെമ്മീൻ വളർത്ത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉച്ചക്കലത്തെ കറികൾ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല പരിപ്പും മുരിങ്ങയുടെ ഇലയും കൂടിയുള്ള ഒഴിച്ചുകറിയും പിന്നെ ചെമ്മീൻ വളർത്തും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കറികൾ. ഒരുപാട് കറികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് ഇതൊക്കെ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇവിടെ എന്തെങ്കിലും അച്ചാറാ അല്ലെങ്കിൽ കൊണ്ടാട്ടമുളക് വറുത്തതൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നിപ്പോൾ അച്ചാറൊന്നുമില്ല, കൊണ്ടാട്ടമുളക് ഞാൻ കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ചെമ്മീൻ വളർത്ത് മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മളിത് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കുളിച്ച് ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കണത് കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുറച്ച് മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഓരോ ഭാഗത്ത് നിന്നായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കും കേട്ടോ.
അപ്പോൾ അത് ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാനിത് കണ്ടത്, ഒട്ടും വെള്ളമില്ലാണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് കുറച്ച് വെള്ളം കളഞ്ഞ് വെള്ളമൊക്കെ നിറച്ച് വെച്ചു കൂട്ടാ. പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഒക്കെ റെഡിയാക്കിയിട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.